പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണകുംഭകർണനിധനം സമ്പൂർണ്ണരാമായണം. ജയ് ശ്രീരാമ രാമ, ജയ് ശ്രീ ഹനുമാൻ സ്വാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമ്മൾ കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തിലെ വ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് 5-ാം ദിവസമാണ്. 4-ാം ദിവസം ത്രയംബകം വില്ലൊടിച്ച് സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ സ്വന്തമാക്കിയ ഭാഗം വരെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. 4-ാം ദിവസത്തെ ഭാഗം കൂടി അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയത് കൊണ്ട് കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടില്ല. ഇന്ന് 5-ാം ദിവസത്തെ ഭാഗം, സ്വയംവരത്തിന് ശേഷമുള്ള ഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ സീതാ സ്വയംവരത്തിന് ശേഷം ആദ്യം സീതാദേവി ആ ത്രയംബകം വില്ലൊടിയുന്ന ശബ്ദം കേട്ടപ്പോൾ മയിൽപ്പേട പോലെ ദേവി നൃത്തം വെച്ചു. ആ സന്തോഷം കൊണ്ട് ദേവിയുടെ ഹൃദയം തുള്ളിച്ചാടി. കാരണം എത്രയെത്രയോ ശ്രേഷ്ഠരായിട്ടുള്ള വളരെ കേൾവി കേട്ട രാജാക്കന്മാർ വന്ന് ആ വില്ലൊന്ന് പൊക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആർക്കും അതിന് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഒരു യുവ കോമളനായ ആ ബാലൻ, ജനക മഹാരാജാവ് ചിന്തിച്ചിരുന്നു, ഈ കോമള ബാലൻ വിശ്വാമിത്രനോടൊപ്പം വരുന്നത് കണ്ടപ്പോൾ ഇത് തനിക്ക് തൻ്റെ മകൾക്ക് അനുയോജ്യനായ സുന്ദരനായ ശ്രേഷ്ഠനായ എല്ലാ തേജസ്സും ഉൾക്കൊള്ള അറിവുള്ള ഇക്ഷ്വാകു വംശത്തിലെ ഒരു രാജകുമാരനാണ്. തൻ്റെ മകൾക്ക് ഈ രാജകുമാരനെ കിട്ടിയിരുന്നെങ്കിൽ, ആ വില്ലൊന്ന് എടുത്തു കുലയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ജനക മഹാരാജാവ് ചിന്തിച്ചിരുന്നു. ആ ചിന്തകൾ പോലെ തന്നെ സംഭവിച്ചു. മറ്റ് രാജാക്കന്മാരും വിശ്വാമിത്രൻ ഉൾപ്പെടെ ജനക മഹാരാജാവ് ഉൾപ്പെടെയുള്ളവർ ആ വില്ലൊടിയുന്ന ഒച്ച കേട്ട് ഉരകങ്ങളെ പോലെ നടുങ്ങി എന്നാണ് പറയുന്നത്. മയിൽപ്പേട പോലെ മൈഥിലി നൃത്തം വെച്ചു. ആദ്യം തൻ്റെ നേത്രോൽപലമാലയാണ് ശ്രീരാമചന്ദ്രൻ്റെ ദേഹത്ത് കഴുത്തിലേക്ക് അണിഞ്ഞത്. തൻ്റെ നോട്ടം കൊണ്ടുള്ള ആ ഒരു മാല ദേവി ഭഗവാനെ വളരെ പ്രേമപൂർവ്വം കടാക്ഷിച്ചു. അതിനുശേഷമാണ് സ്വയംവരമാല്യം കഴുത്തിലണിയിച്ചത്. പിന്നീട് നടക്കേണ്ട ചടങ്ങ് ശ്രീരാമൻ്റെ ആ സ്വയംവരത്തെ, സീതാദേവിയുടെ സ്വയംവരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അയോധ്യയിലേക്ക് ഒരു ദൂതനെ അയക്കുകയും അങ്ങനെ അയോധ്യയിൽ നിന്ന് ദശരഥനും വസിഷ്ഠ മഹർഷിയും അമ്മമാരും മന്ത്രിമാരും മറ്റ് രാജപ്രമുഖരും എല്ലാവരും ചേർന്ന് വളരെ പിന്നെ കാലാൾപ്പടയും കുതിരപ്പടയും ഒക്കെയായി വണ്ടി നിറയെ സ്വർണവും പട്ടും ദാസികളും ഒക്കെയായി ഒരു വലിയ ഒരു ഉത്സവം വരുന്നത് പോലെയാണ് ദശരഥ മഹാരാജാവ് വന്നത്. രാജ്യ അതിർത്തിയിലെത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിനെയും പരിവാരങ്ങളെയും സ്വീകരിക്കുവാനായിട്ട് എല്ലാം ഏർപ്പാട് ചെയ്തു. അങ്ങനെ രത്നഹാരങ്ങളും ആഭരണങ്ങളും വൈരമാലകളും മുത്തുമാല്യങ്ങൾ പിടിച്ചിട്ട് മുത്തുമാല്യങ്ങൾ ഒക്കെ വിലപിടിപ്പുള്ള മുത്തുമാല്യങ്ങളും അതുപോലെ തന്നെ മുത്തുകളൊക്കെ വിലപിടിച്ച മുത്തുകൾ പതിച്ച പട്ടുവസ്ത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ. അതിന് സേവകരായിട്ട് ധാരാളം സൈനികരെയും ഒക്കെയായിട്ടാണ് വന്നത്. അങ്ങനെ ദശരഥൻ്റെ മകൾ ആയ ഊർമിളയെയും ലക്ഷ്മണകുമാരനെ സമ്മാനിക്കുന്നു സീതാദേവി രാമചന്ദ്രപ്രഭുവിന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജനകൻ്റെ അനുജനായ ശതധ്വജ രാജാവിൻ്റെ വിവാഹപ്രായം എത്തിയ 2 പെൺമക്കളായിരുന്ന മാണ്ഡവി, അതിൻ്റെ ഇളയാള് ശ്രുതകീർത്തി. ഇവർ ഭരതനും ശത്രുഘ്നനും ഭാര്യമാരായി മാറുന്നു. അങ്ങനെ അവർക്ക് അങ്ങനെ പറഞ്ഞ് വയ്ക്കുന്നു.
ഈ വന്ന അമ്മമാർ ഈ പെൺകുട്ടികളെ കണ്ട് സംസാരിച്ച് സംതൃപ്തരായി ജാതകങ്ങൾ കൈമാറി രണ്ടു ഭാഗത്തുമുള്ള ജ്യോത്സ്യന്മാരും പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജാതകങ്ങൾ പരിശോധിച്ച ശേഷം രണ്ട് വിഭാഗങ്ങളിലെയും വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. രാമന് സീത, ഭരതന് മാണ്ഡവി, ലക്ഷ്മണന് ഊർമിള, ശത്രുഘ്നന് ശ്രുതകീർത്തി. പിന്നീട് പാണിഗ്രഹണ കർമ്മം നടത്തുകയാണ് പിന്നീടുള്ളത്. കമനീയമായി അലങ്കരിച്ച ആ കല്യാണ മണ്ഡപം സംവിധാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 4 ഹോമകുണ്ഠങ്ങൾ ഉണ്ടാക്കുകയും ശാന്തമായി എരിയുന്ന ആ അഗ്നിജ്വാലകളിൽ വൈദികന്മാർ വേദമന്ത്ര ഉച്ചാരണങ്ങളോടുകൂടി സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു. നവധാന്യങ്ങളും നാണയങ്ങളും രത്നങ്ങളും ഒക്കെ നിറച്ച 4 പറകൾ ഇങ്ങനെ വെച്ചേക്കുന്നു. 5 തിരിയുള്ള 4 നിലവിളക്കുകൾ ആ ഹോമകുണ്ഡങ്ങൾക്ക് സമാന്തരമായി നിരത്തി വച്ചിരിക്കുന്നു. മുഹൂർത്തം ആയെന്നറിയിക്കുവാനുള്ള ശംഖുലി കേട്ടപ്പോൾ ദശരഥൻ സർവാഭരണ വിഭൂഷിതയായ മക്കളെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർക്ക് ആ ഒരു ക്രമത്തിൽ ഓരോ നിറപറയ്ക്കും മുൻപിൽ അഗ്നികുണ്ഠങ്ങൾക്കും പൂജാരികൾക്കും അഭിമുഖമായി നിർത്തി. ഉടനെ അമ്മമാർ അവസരോചിതമായ രീതിയിൽ പൊൻകസവുള്ള പട്ടുടയാടകളും രത്നാഭരണങ്ങളും അണിയിച്ച് പെൺകിടാങ്ങളെയും ക്രമത്തിൽ സീതയെ രാമൻ്റെയും ഊർമിളയെ ലക്ഷ്മണൻ്റെയും മാണ്ഡവിയെ ഭരതൻ്റെയും ശ്രുതകീർത്തിയെ ശത്രുഘ്നൻ്റെയും ഇടതുവശങ്ങളിൽ കൊണ്ട് നിർത്തിക്കൊടുത്തു. അങ്ങനെ മംഗളവാദ്യങ്ങളും മണിയടികളും ശംഖുലികളും വായ്ക്കുരവകളും മുഴങ്ങിയതോടൊപ്പം വേദമന്ത്ര ഉച്ചാരണങ്ങളും പാണിഗ്രഹണ കർമ്മങ്ങൾക്ക് ആയി നിർവഹിക്കപ്പെട്ടു. പിന്നെ ക്രമത്തിൽ വധൂവരന്മാരെല്ലാവരും വിവാഹവേദിക്ക് ചുറ്റും 3 വട്ടം വലം വെച്ച് വിശ്വാമിത്രൻ്റെയും മറ്റ് വസിഷ്ഠൻ്റെയും അങ്ങനെയുള്ള ഗുരുജനങ്ങളുടെ അനുഗ്രഹ ആശസ്സുകൾ വാങ്ങി അകത്തേക്ക് പോയ അവിസ്മരണീയമായ അങ്ങനെ അനുഗ്രഹങ്ങൾ വാങ്ങി അകത്തേക്ക് പോയ ആ അവിസ്മരണീയമായ കാഴ്ച ദശരഥാദികൾ ഹർഷാശ്രുക്കളാൽ നോക്കി കണ്ടു. മഹാരാജാക്കന്മാരുടെ മക്കളുടെ കല്യാണമല്ലേ, അതും 4 കല്യാണങ്ങൾ ഒരുമിച്ച് ഒരു ദിവസം ഒരു മുഹൂർത്തത്തിൽ, മഹാഭാഗ്യം. ഇനി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളുടെ വൈപുല്യത്തെപ്പറ്റിയും പിന്നീട് സദ്യ സൽക്കാരങ്ങളുടെ ഉന്നത നിലവാരത്തെപ്പറ്റിയും ഒക്കെ ആയി പ്രജകളുടെ ചർച്ചകളും അങ്ങനെയുള്ള സംസാരങ്ങളും ഒക്കെ. ദശരഥനും സംഘവും മടക്കയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അയോധ്യയിലെ രാജാവായ ദശരഥൻ തൻ്റെ അന്തസ്സിനും അവസ്ഥയ്ക്കും അനുസരിച്ച് വിധത്തിൽ ആതിഥേയനായ ജനകന്റെ രാജധാനിയിലെ എല്ലാ ജീവനക്കാർക്കും കൈനിറയെ സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും സമ്മാനമായി കൊടുത്തു. അയോധ്യയിൽ നിന്ന് വന്ന കൂട്ടർക്കും ധാരാളം പാരിതോഷികങ്ങൾ വിതരണം ചെയ്തു. ജനക മഹാരാജാവ് തൻ്റെ മക്കൾക്ക് സ്ത്രീധനമായി കൊടുത്തത് എന്തൊക്കെയാണെന്നറിയാമോ? സ്വന്തം കുട്ടികളായ സീതയ്ക്കും ഊർമിളയ്ക്കും കൊടുത്തതുപോലെ തന്നെ അദ്ദേഹം അനുജന്റെ പുത്രിമാരായ മാണ്ഡവിക്കും ശ്രുതകീർത്തിക്കും കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ ലക്ഷം പശുക്കൾ, 1000 വീതം ദാസീദാസന്മാർ, 1000 ജോഡി വീതം തങ്ക കസവണി പട്ടുടയാടകൾ, വസ്ത്രങ്ങൾ, കമ്പിളികൾ, പിന്നെ നാനാതരം സ്വർണ്ണാഭരണങ്ങൾ, പാത്രങ്ങൾ, വെള്ളിക്കിണ്ണങ്ങൾ, നവരത്നങ്ങൾ നിറഞ്ഞ പഞ്ചലോഹ ചെപ്പുകൾ, കുറിക്കൂട്ടുകൾ തുടങ്ങിയവ വേറെയും. ദശരഥന്റെ മടക്കയാത്രയ്ക്ക് സമയമായി. രഥങ്ങളും ഡോലികളും മഞ്ചലുകളും മറ്റു വാഹനങ്ങളും കൊട്ടാരമുറ്റത്ത് എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഒരുങ്ങിയിറങ്ങി. സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ എന്നറിഞ്ഞില്ല. പെട്ടെന്ന് സീതയതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ മാറിൽ മുഖമമർത്തി കണ്ണീരൊഴുക്കുന്നു. ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും സീതയെ അനുകരിക്കാൻ തുടങ്ങിയെങ്കിലും ജനകന്റെ അനുനയന വാക്കുകളാൽ അവര് 4 പേരും ശാന്തരായി അവരവരുടെ ഭർത്താക്കന്മാരോടൊപ്പം 4 തീരകളിൽ കരേറിയതോടെ അയോധ്യയിലേക്കുള്ള യാത്ര ആർഭാടസമേതം ആരംഭിച്ചു.
ദശരഥനും സംഘവും മിഥില വിട്ട് അധിക ദൂരം ചെന്നില്ല. അപ്പോഴേക്കും അതാ ദുർനിമിത്തങ്ങളുടെ ഒരു ലക്ഷണങ്ങൾ കാണായി. ഭയങ്കരമായ കാറ്റ്, വഴിയരികിലെ മരങ്ങൾ ചാഞ്ചാടുന്നു, ഇലകൾ കൊഴിയുന്നു, പറവകൾ പാറിപ്പറന്ന് ഭയാനകമായ ശബ്ദമുണ്ടാകുന്നു, പൊടിപടലങ്ങൾ പൊന്തുന്നു. എന്താണിതൊക്കെ? മഹാരാജാവ് അന്ധാളിക്കുകയാണ്. എന്താണ് നേരിടാൻ പോകുന്നതെന്നറിയാതെ അദ്ദേഹം വളരെ പരിഭ്രാന്തനായി. എന്നാൽ ആപത്തെന്തെന്നറിയാൻ അധിക നേരം കാക്കേണ്ടി വന്നില്ല. അതിനകം തന്നെ പരശുരാമൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ആ ലക്ഷണക്കേട് കണ്ടപ്പോൾ തന്നെ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു, തൻ്റെ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി, എന്താണിതെന്ന്. അപ്പോൾ ആദ്യം ഒരു പ്രശ്നം, ഒരു വിഷമം ഉണ്ടാകുമെങ്കിലും പിന്നീട് വളരെ ശാന്തമാവുകയും അനുഗ്രഹമാവുകയും ചെയ്യും, ഒന്നും ഭയപ്പെടാനില്ല എന്ന് വസിഷ്ഠ മഹർഷി ദശരഥ രാജാവിനോട് പറയുന്നുണ്ട്. അങ്ങനെ പരശുരാമൻ അവിടെ എത്തിക്കഴിഞ്ഞു. ഇത്ര വലിയ ഒച്ചപ്പാടുണ്ടാക്കിയത് ഈ ഒരു വ്യക്തിയുടെ വരവാണോ എന്ന് എല്ലാവരും വല്ലാതെ അന്തം വിട്ടു. ആ നടത്തം തന്നെ വളരെ വല്ലാത്തൊരു വിധമായിരുന്നു. അതൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. വളരെ വലിയ ഉയരത്തിനൊത്തവണ്ണം തടിമിടുക്കും, കനത്ത ജടാഭാരവും, അങ്ങനെ കറുത്ത ആ തഴച്ചു വളരുന്ന ഒരു താടിയും ഒക്കെയായിട്ട് ആരോടോ ദേഷ്യപ്പെട്ടതുപോലെയുള്ള ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ഇരുമ്പുലയ്ക്ക് ബലമുള്ള കൈകളിൽ ഒരു കൂറ്റൻ വില്ലിരിക്കുന്നു. മറ്റേതിലൊരു വെൺമഴുവും, ഒരു കൈമഴുവിൻ്റെ രൂപത്തിലുള്ള വെൺമഴു. അതിന് പരശു എന്നും അർത്ഥമുണ്ട്. പരശു ആയുധമാക്കിക്കൊണ്ട് നടക്കുന്നതിനാലാണ് ജമദഗ്നി മഹർഷിയുടെ മകനായ ഭാർഗവരാമൻ പരശുരാമൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. ദശരഥൻ ഇളം വെയിൽ വെട്ടി തിളങ്ങുന്ന ആ വെൺമഴു കണ്ടപ്പോൾ കിടുകിടാ വിറയ്ക്കുവാൻ തുടങ്ങി. കാരണം നമുക്കറിയാവുന്നതാണ്. ആ വെൺമഴു ഉപയോഗിച്ചിട്ടാണ് ആയിരം നിരപരാധികളായ ക്ഷത്രിയ രാജാക്കന്മാരുടെ ജീവരക്തത്തിൽ മുക്കി ഊട്ടിയുറപ്പിച്ചെടുത്തതാണ് ആ വെൺമഴു. ക്ഷത്രിയ രാജാക്കന്മാരുടെ ജീവരക്തമാണ് അതിൽ പുരണ്ടതെല്ലാം. അതേ പരശുരാമൻ അതേ മഴു കൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ക്ഷത്രിയരെ ആകമാനം വെട്ടിക്കൊന്ന് നാമാവിശേഷമാക്കിയത് ക്ഷത്രിയരോടുള്ള കുടിപ്പകയ്ക്ക് ഒക്കെ കാരണം പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി ഒരു ക്ഷത്രിയ രാജാവായ കാർത്തവീരാർജുനൻ കൊല്ലുകയുണ്ടായി. അതിന് ഇടയായതിന് ശേഷമാണ് പരശുരാമൻ ക്ഷത്രിയരെയെല്ലാം കൊന്നൊടുക്കിയത്. കാമധേനു എന്ന പശുവിനെ ചൊല്ലിയായിരുന്നു കാർത്തവീരാർജുനും ജമദഗ്നിയും തമ്മിലുള്ള ശത്രുത. ആ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ രാമനും ദശരഥനും എല്ലാവരും ക്ഷത്രിയരാണല്ലോ. ക്ഷത്രിയരെ കണ്ടാൽ പരശുരാമൻ കൊന്നുകളയും എന്നുള്ള ഭയത്തിലാണ് എല്ലാവരും ഇങ്ങനെ നിന്നത്. അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ ഭയം അസ്ഥാനത്തല്ലായിരുന്നു. മുനി രാമൻ്റെ നേർക്കാണ് നീങ്ങുന്നത്. കൊടുങ്കാറ്റുപോലെ കുതിച്ചു ചെന്ന പരശുരാമൻ രാമനോടായി കയറി അലറി, നിനക്ക് ഇത്രയും കേമനാണോ നീ? ജനകന്റെ പക്കലുണ്ടായിരുന്ന ആ ശൈവചാപം നീ വലിച്ചു പൊട്ടിച്ചുവല്ലോ. എങ്കിൽ ശരി, ഇനി എൻ്റെ കയ്യിൽ മറ്റൊരു വില്ലുണ്ട്, ഒരു വൈഷ്ണവ ചാപം. ഇത് നിനക്ക് ഉപയോഗിക്കാനല്ല, ഈ വില്ലും നീ കുലയ്ക്കുവാൻ നിനക്ക് സാധ്യമാണോ? നമുക്ക് ഒരു കൈ നോക്കാം എന്ന രീതിയിലാണ് പരശുരാമൻ രാമനെ വെല്ലുവിളിച്ചത്. അപ്പോൾ രാമൻ വളരെ നിരപരാധിയായ സാധുവായ രീതിയിൽ രാമൻ വളരെ സംഭ്രമത്തോടുകൂടി പറഞ്ഞു. അങ്ങനെ പരശുരാമനോടുള്ള ആ വിവാദം അങ്ങോട്ടും ഇങ്ങോട്ടും രാമൻ പറഞ്ഞു, ഞാൻ വളരെ സാധുവായ ആളാണ്, എനിക്ക് അങ്ങയോളം അറിവും ശക്തിയും ബലവും ഒന്നുമില്ല, അങ്ങനെ വെറുതെ വിടൂ, ഞാൻ അങ്ങയുടെ മുന്നിൽ വെറും ശിശുവാണ് എന്നൊക്കെ പറഞ്ഞു.
ഒട്ടേറെ കാലമായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന ആ ത്രയംബകത്തെ പൊട്ടിക്കാൻ കഴിഞ്ഞു എന്ന് വെച്ച് നീയൊരു വമ്പനായി എന്നൊന്നും നീ കരുതേണ്ട. എൻ്റെ കയ്യിലുള്ള ഈ വില്ലും നീ പൊട്ടിച്ച് ആ ശൈവചാപത്തോടൊപ്പം വിശ്വകർമാവ് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതും. ഇതിൽ അസ്ത്രം തൊടുത്ത് വിടണമല്ലോ. അങ്ങനെയൊന്ന് അസ്ത്രം തൊടുത്തു വിടുന്നത് എനിക്കൊന്ന് കാണണം, നീ ചെയ്യൂ എന്ന് പറഞ്ഞ് നിന്റെ ക്ഷാത്രവീര്യം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ വെല്ലുവിളിക്കുകയാണ് പരശുരാമൻ ശ്രീരാമചന്ദ്രനോട്. അപ്പോൾ തൻ്റെ വീര്യം, ക്ഷത്രിയ വീര്യം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തൻ്റെ ആ വംശത്തെ, തൻ്റെ കുലത്തെക്കുറിച്ചാണ് ആ ചോദ്യം ചെയ്യൽ. അപ്പോൾ രാമൻ്റെ രക്തം തിളച്ചു. അദ്ദേഹം എങ്കിലും തൻ്റെ എതിരാളിയുടെ പ്രായവും പദവിയും ഓർത്ത് സ്വയം ക്ഷോഭം നിയന്ത്രിച്ച് വളരെ തൻ്റെ ഇടത്തോടുകൂടി തന്നെ രാമൻ മുന്നോട്ട് വന്നു പരശുരാമൻ്റെ കയ്യിൽ നിന്ന് വില്ല് വാങ്ങി ആദ്യം അതിനെ 3 പ്രാവശ്യം തൊട്ട് തലയിൽ വെച്ച് അതിന് ശേഷം യാതൊരു പ്രയാസവും കൂടാതെ വളച്ച് ഞാണു കിട്ടി. പിന്നെ അതിൽ ഒരസ്ത്രം തൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഞാൻ അങ്ങയുടെ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം വില്ല് കുലച്ചു, ശരം തൊടുത്തു. ഞാൻ അങ്ങയുടെ മുന്നിൽ 2 ഉപാധികൾ വയ്ക്കുന്നു. അങ്ങ് കാലാകാലമായി നേടി എടുത്ത ശക്തി കാരണമാണ് അങ്ങക്ക് ഇത്രയും ഗർവ് ഉണ്ടായത്. അതിനാൽ ഞാനിപ്പോൾ ഈ അമ്പയച്ച് അങ്ങയുടെ തപശക്തി നശിപ്പിക്കും. അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള അങ്ങയുടെ വഴി ഞാൻ മുടക്കും. ഇതിലേതാണ് ഞാൻ ചെയ്യേണ്ടത്? തനിക്കുണ്ടായ ജാള്യത മറയ്ക്കാനായി കുറച്ചൊന്ന് ശാന്തമായിട്ട് പരശുരാമൻ പറയുകയാണ്, കുമാര, നീ ഒരു മിടുക്കൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നീ വെറും ഒരു മനുഷ്യനല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു. മംഗളം ഭവിക്കട്ടെ. എൻ്റെ ഫലങ്ങളെല്ലാം കളഞ്ഞേക്കൂ. മാർഗതടസ്സം സൃഷ്ടിക്കരുത്. ആരോടും യാത്ര പോലും പറയാതെ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. അങ്ങനെ പരശുരാമൻ്റെ ആ തപശക്തി കൂടി ശ്രീരാമചന്ദ്രന് ലഭിച്ചു. പരശുരാമന് മുൻപ് ഭഗവാൻ അനുഗ്രഹം കൊടുത്തതാണ്. അങ്ങനെ രാമനായി ഭഗവാൻ അവതരിക്കുമ്പോൾ ഭാർഗവരാമൻ്റെ തപശക്തി രാമനിൽ നിക്ഷേപിച്ചിട്ട് കൽപ്പാന്തം വരെയും പിന്നീട് തപസ്സനുഷ്ഠിക്കൂ എന്ന്. അങ്ങനെ പരശുരാമൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. ഈ കൽപ്പം കഴിഞ്ഞതിന് ശേഷം, ഈ കലിയുഗവും കൂടി തീർന്നതിന് ശേഷമുള്ള കൽപ്പാന്തത്തിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ധാമത്തിലേക്ക്, അതായത് സ്വർഗത്തിലേക്ക്, മഹർലോകത്തേക്കൊക്കെ അദ്ദേഹം പോവുകയുള്ളൂ. അങ്ങനെ അയോധ്യയിലെത്തിയ ശേഷം കുറേ ദിവസത്തിന് ശേഷം ദശരഥന്റെ ബന്ധുമിത്രാദികളുടെ വരവും പോക്കും സൽക്കാരങ്ങളും സദ്യയും ഒക്കെ തന്നെയായിരുന്നു. അതിനിടയിൽ ഭരതൻ ശത്രുഘ്നനോടുകൂടി തൻ്റെ അമ്മാവനായ കേകയ രാജാവിൻ്റെ അടുത്തേക്ക് വിരുന്നു പാർക്കുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പോയി പിന്നീട് ദശരഥൻ രാമൻ, ലക്ഷ്മണന്മാരും സീതാദേവിയും ഊർമിളയും അമ്മമാരും ഒക്കെയായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഭാര്യമാരോടും മക്കളോടും മരുമക്കളോടും ഒക്കെ കൂടി സന്തോഷമായി ദശരഥൻ രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെ ദശരഥൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് അറിഞ്ഞുകൂടാ. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. നന്നേ ചെറുപ്പത്തിലാണ് അദ്ദേഹം ഭരണാധികാരം കൈയേറ്റത്. അദ്ദേഹത്തിൻ്റെ വയസ്സ് ഇപ്പോൾ എത്രയാണെന്നോ 50,000 പുറത്ത് എത്തിയിരിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് പക്ഷേ അത് അത്ഭുതം തോന്നും. എന്നാൽ ത്രേതായുഗത്തിലെയും സത്യയുഗത്തിലെയും ഒക്കെ ആളുകൾക്ക് ഇതൊരു അത്ഭുതമായ വയസ്സല്ല. ഇത്രയധികം കാലം രാജാവായി വാഴാൻ അദ്ദേഹം ആഗ്രഹിച്ചതല്ല. പക്ഷെ മറ്റെന്ത് ചെയ്യും? തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ആ ഭരണഭാരം ആരുടെ ശിരസിലാണ് വെച്ചിട്ട് അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നത്? ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണ്. ദൈവം കനിഞ്ഞ് അദ്ദേഹത്തിന് മക്കളെ കൊടുത്തു. 4 പേരും വിദ്യാസമ്പന്നരും സമർത്ഥരും, 4 വിവാഹിതരുമായി. ഇനി എന്തിന് അദ്ദേഹം ഈ ഭാരം ചുമക്കുന്നു? ഇങ്ങനെയൊക്കെ അദ്ദേഹം ആലോചിച്ച് മന്ത്രിമാരോടും വസിഷ്ഠ മഹർഷിയോടുമായി രാജാവ് പറയുകയാണ്,
ഞാനിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ രാമന് യുവരാജ പട്ടം നൽകുന്നതിന് വേണ്ടിയാണ്. അധികാരമെല്ലാം ഒഴിഞ്ഞുകൊടുത്ത് ഇനിയുള്ള കാലം സ്വസ്ഥനായി വിശ്രമിക്കണമെന്നാണ് എനിക്ക് ഉള്ളിൽ തോന്നുന്നത്. ഇത് കേട്ടപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, വളരെ സന്തോഷമായി. അങ്ങയ്ക്കിനി വിശ്രമമാണ് ആവശ്യം. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ രാമൻ്റെ പട്ടാഭിഷേകം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങോട്ടും സംശയിക്കേണ്ട. താൻ പോന്നവനാണ് രാമൻ. ധർമ്മനിഷ്ഠനും സത്യസന്ധനുമാണ്. മാത്രമല്ല എല്ലാ പ്രജകൾക്കും പ്രിയങ്കരനും വളരെ ശാന്തസ്വരൂപനുമാണ്. എല്ലാവരുടെയും സ്നേഹഭാജനവുമാണ് രാമൻ. മഹാരാജാവേ, ജീവിതത്തിൽ വിശ്രമം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത അങ്ങയ്ക്ക് രാമൻ്റെ പട്ടാഭിഷേകത്തോടുകൂടി പരിപൂർണ വിശ്രമം കൈവരുമല്ലോ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മഹാരാജാവ് ഒരു മഹാജനസഭ വിളിച്ചു ചേർത്തു. ഇടപ്രഭുക്കന്മാരും സാമന്തന്മാരും പൗരപ്രധാനികളും തുടങ്ങിയ അങ്ങനെ ധാരാളം പേർ അടങ്ങിയ മഹാസദസ്സിൽ മഹാരാജാവ് തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അപ്പോൾ സദസ്സാകെ ഉച്ചത്തിലുള്ള ഹസ്തഘോഷങ്ങളാലും ജയ് വിളികളാലും അവരുടെ ആഹ്ലാദം അറിയിച്ചു, സംതൃപ്തിയും വെളിപ്പെടുത്തി. അതിനുശേഷം ദശരഥൻ രാമനോട് സഭയിലേക്ക് വരുവാൻ നിർദ്ദേശം കൊടുത്തയച്ചു. ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ച ശേഷം സിംഹാസനത്തിനരികെ ശ്രദ്ധയോടെ നിന്നു. മഹാരാജാവ് എല്ലാവരും കേൾക്കെ രാമനോട് പറഞ്ഞു, രാമ, എനിക്കിപ്പോൾ ഒട്ടേറെ വയസ്സായി. ഈ കാലമത്രയും ഞാൻ രാജ്യം ഭരിച്ചു. ഇനി എനിക്ക് കുറച്ച് വിശ്രമിക്കണം. അതിനാൽ മഹത്തായ പാരമ്പര്യമുള്ള നമ്മുടെ മാതൃഭൂമിയുടെ ഭാവി ഭാഗധേയം ഞാൻ നിന്നിൽ അർപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ ഈ തീരുമാനം സദസ്യർ ഒന്നടങ്കം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, മഹാരാജാവ് വളരെ വികാര ആവേശത്തോടെ തുടർന്നു പറയുകയാണ്. ചേതോഹരമായ ചൈത്രമാസം, നാടാകെ നറുമണം പരത്തുന്ന വസന്തകാല പൂക്കൂടകളുമായി ഇതാ പ്രകൃതി വന്ന് എത്തിയിരിക്കുന്നു മകനെ. ഇനി വരുന്ന ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ നിന്റെ യുവരാജ പട്ടാഭിഷേകം നടത്തുകയാണ്. ആഹ്ലാദത്താൽ ഗദ്ഗദകണ്ഠനായ മഹാരാജാവിൻ്റെ വാക്കുകൾ സദസ്യരുടെ ഉച്ചത്തിലുള്ള ഹർഷാരവങ്ങളിലും ജയ ആഘോഷങ്ങളിലും മുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകം ആണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇന്ന് 5-ാം ദിവസം ആ പട്ടാഭിഷേകത്തിനുള്ള കാര്യങ്ങൾ, ഒരുക്കങ്ങൾ ഒക്കെയാണ് ഇനിയും നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഏകാദശിയാണല്ലോ, കാമദ ഏകാദശി. ഈ ഏകാദശി വ്രതവും അതിനോടൊപ്പം കർക്കിടക മാസവും, അതായത് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനവും കർക്കിടക മാസവും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂടെ തന്നെ കർക്കിടക മാസത്തിൽ വളരെ ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ കാമിക ഏകാദശിയും കൂടി കടന്നു വന്നിരിക്കുന്ന ഈ ദിവസത്തിൽ ഏറെ പുണ്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാന്റെ, ദേവിയുടെ, എല്ലാവരുടെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.